السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള മുഅ്മിനീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ആത്മവിചാരണയും തിരിച്ചറിവും എന്ന ഒരു വിഷയമാണ് ലളിതമായി കൈകാര്യം ചെയ്യാമെന്ന് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ആത്മവിചാരണക്ക് മുഹാസബ എന്നാ പറയാം. ഹിസാബ് നമുക്കറിയാം വിചാരണയാണ്. സ്വയം വിചാരണ ചെയ്യുന്നതിന് മുഹാസബ എന്ന് പറയും. അങ്ങനെ വിചാരണ ചെയ്തിട്ട് വല്ല അറിവും നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അതാണ് തിരിച്ചറിവ്. അതിന് നമ്മൾ ബസ്വീറ എന്നാ പറയുക. എന്ത്? ബസ്വീറ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തിൻ്റെ അവസാനം നാം ഉറങ്ങാൻ പോകുമ്പോഴെങ്കിലും ഈ വിചാരണ അനിവാര്യമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എങ്കിൽ മാത്രമേ അവനെ തന്നെ വീണ്ടെടുക്കാൻ സാധിക്കൂ എന്നതാണ്. അല്ലാതെ പോകുമ്പോൾ ഏതൊരു വ്യക്തിയും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് അവൻ ആഴ്ത്തപ്പെടും എന്ന ഒരു സത്യം കൂടി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെ സമയം വളരെ കുറവാണ്. ഇപ്പം തന്നെ പകല് തീരെ ഇല്ലാത്ത ഒരാൾക്കാരാണ് നമ്മൾ. സുബഹി നിസ്കരിച്ചിട്ട് ഈ സന്ദർഭം വരെ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അത്രയും വേഗതയിൽ സമയം പോവുകയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് സെക്കൻഡുകൾ അടക്കി വെച്ച ഒന്നാണ്. സെക്കൻഡുകൾ കൂട്ടി വച്ചിട്ടുള്ള ഒരു ആയുസ് നമുക്കുണ്ട്. മയപ്പാറ്റകളെക്കാൾ കുറഞ്ഞ ഒരായുസ്, വളരെ വേഗത്തിൽ തീർന്നു പോകുന്ന ഒരു കാലം. ഇന്നലെ കഴിഞ്ഞത് ഇന്ന് നമ്മുടെ കയ്യിലില്ല, നാളെ വരാനിരിക്കുന്നത് അതും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ള നാം ഈ ശ്വസിക്കുന്ന ഈ സന്ദർഭം ആയുസ് മാത്രമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇണങ്ങുന്നത്, ഇതിലാണ് നമ്മൾ പിണങ്ങുന്നത്. ശരിതെറ്റുകൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നിമിഷത്തിൽ മാത്രമാണ്. കഴിഞ്ഞത് പോയി, വരാനിരിക്കുന്നത്, വരാനുള്ളത് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളിങ്ങനെ പോകുന്നു, നടക്കുന്നു, വീണ്ടും വീണ്ടും നടക്കുന്നു. നടത്തത്തിന് മധ്യേ വല്ല സന്ദർഭത്തിലും നമ്മുടെ കാല് ഒരു കല്ലിൽ വെച്ച് കുത്തുമ്പോഴാണ് ശരിക്കും ഒരു ആത്മവിചാരണ നമ്മിലുണ്ടാവുക. കാല് വെച്ച് കുത്തുമ്പോൾ മുറിഞ്ഞു, രക്തം പോകുന്നുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത്, ഞാൻ എത്ര നടന്നു എന്ന്. അല്ലേ? പിന്നെ അത് ആലോചിക്കുക. കുറഞ്ഞ വിഷമം, ഇനി അങ്ങോട്ട് നടക്കാനുണ്ട്, ഇനി എത്ര നടക്കാനുണ്ട് എന്നും അപ്പോഴേ ആലോചിക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ ആ നടത്തത്തിന് മധ്യേയുള്ള ഒരു വിചാരണയാണെന്ത്? ആലോചന. അതുണ്ടാവാനുള്ള കാരണം എന്താണ്? ആ കാല് വെച്ച് കുത്തിയതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലം നോക്കിയാൽ മതി. മൊത്തം സ്പീഡാണ്. നേരത്തെ പറഞ്ഞു സ്പീഡാണ്. ശബ്ദമുഖരിതമാണ് അവിടെ. ഭയങ്കരമായ വ്യതിയാനങ്ങൾ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ, നയങ്ങളിൽ, തീരുമാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ, അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നിലപാട് മാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ ദിനേന എല്ലാ സന്ദർഭത്തിലും സോഷ്യൽ മീഡിയകളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ. ഇങ്ങനെ മനുഷ്യന് ഈ വിധത്തിലുള്ള നിരന്തരമായ തിരക്കിന് മധ്യേ ജീവിക്കുമ്പോൾ അവനവനെക്കുറിച്ച് ചിന്തിക്കാൻ ഒട്ടുമേ സമയം കിട്ടും. നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാ ഉള്ളൂ എന്ന് നേരത്തെ നമ്മുടെ മൻസൂർക്ക് പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ളൊരു ചിന്ത അത് കാര്യമായിട്ടുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിന്ത നമുക്കുണ്ട് അല്ലേ? ഡ്യൂട്ടിക്ക് ഇരിക്കണം എന്ന ചിന്ത ഉണ്ട്, ഉറങ്ങണം എന്ന ചിന്ത ഉണ്ട്. അതിലൊന്നൊരു വിട്ടുവീഴ്ചയില്ല. കൃത്യസമയത്ത് എത്ര നമ്മളിങ്ങനെ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം അല്ലേ? ഈ ചിന്തകളുണ്ട് മനസ്സിലാറ്. അതിനപ്പുറത്ത് അനിവാര്യമായി ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടുന്ന ചിന്തകൾ ഉണ്ടാകുന്നില്ല. പിന്നെ ഉള്ള ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയാണ്, അത് നമ്മെക്കുറിച്ചല്ല. മറ്റുള്ളവരെ നമ്മളിങ്ങനെ വിലയിരുത്തുകയാണ്, അവരെ നമ്മളിങ്ങനെ വിധിക്കുകയാണ് അവരെക്കുറിച്ച്. നമ്മൾ തീരുമാനം പറയുകയാണ്. എന്തൊക്കെ വിഷയങ്ങൾ അതിനെ. പാവം ഒരു നടൻ മരിച്ചതുകൊണ്ട് മാത്രം ഇന്നലെ ചെറിയൊരു നിശബ്ദത ആ രംഗത്ത് വന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ വീണ്ടും പോറ്റിയെ കയറ്റുന്ന അതേ പരിപാടിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ബേജാറതാണ്. അവനവനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു സമയവും ഇല്ല. മറ്റുള്ളവരുടെ പോരായ്മകളാണ് നമ്മൾ നോക്കുന്നത്, മറ്റുള്ളവരുടെ വ്യതിയാനങ്ങളാണ്, മറ്റുള്ളവരുടെ കുറവുകളാണ്. അവനവൻ്റെ കുറവ് നോക്കാൻ, അവനവൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാൻ, സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കാൻ സമയമില്ല. ഇസ്ലാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെയും നോക്കണ്ടെന്നാണ്. നോക്കണ്ടെന്ന് പറഞ്ഞാൽ തീരെ നോക്കണ്ടെന്നല്ല, നോക്കേണ്ട വിഷയത്തിൽ നോക്കണം. ഇത്തരം വിഷയങ്ങളിൽ ഓരോ വ്യക്തിയും അവനവനെ തന്നെയാണ് നോക്കേണ്ടത്. വൽ തൻളുർ നഫ്സുൻ, എന്താണ്? ഓരോ മനുഷ്യനും അവനവനെയാണ് നോക്കേണ്ടത്. മറ്റുള്ളവരെ നോക്കിയിട്ട് നേരം പോക്കേണ്ടെന്ന ഒരു സന്ദർഭമില്ല. മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പം കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, അവനെ മറന്നു പോകുന്നു എന്നതാണ് കുഴപ്പം അല്ലേ? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ നമ്മെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് നേരെയില്ല. നേരത്തെ പറഞ്ഞ കാര്യത്തിനപ്പുറത്തുള്ളൊരു ചിന്ത അല്ലേ? യാന്ത്രികമായിട്ട് നമസ്കാരം നടന്നു പോകുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ കുളിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് എന്നതിനപ്പുറത്തുള്ള ഒരു മുഅ്മിൻ യഥാർത്ഥത്തിൽ പ്രഥമമായി ചിന്തിക്കാൻ എടുക്കേണ്ടുന്ന വിഷയം എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നുണ്ട്. അപ്പം അള്ളാഹ് പറയുന്നൊരു കാര്യം, അവനെ മറന്നുപോകും. ഒരു മനുഷ്യൻ സ്വന്തത്തെ മറന്നു പോകാനുള്ള കാരണം എന്താണ്? അത് അവൻ അള്ളാഹുവെ മറന്നു പോകുന്നു എന്നതാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അതെന്നെ, അതെവിടെയാണ് പറഞ്ഞത്? ഈ വൽ തൻളുർ നഫ്സും പറഞ്ഞിട്ട് താഴെയാണ് പറഞ്ഞത്. സൂറത്തുൽ ഹശ്റിലാണത്. ഓരോരുത്തരും അവനെ തന്നെ നോക്കട്ടെ. അവനെന്ത് അധ്വാനിച്ചു എന്ന് നോക്കട്ടെ, എന്ത് പ്രവർത്തിച്ചു എന്ന് നോക്കട്ടെ, എന്ത് നേടി എന്ന് നോക്കട്ടെ. കാരണം എന്താ? നേരത്തെ പറഞ്ഞ ആയുസ്സേ ഉള്ളൂ, സെക്കൻഡുകൾ അടുക്കി വെച്ച ആയുസ്. അത് പെട്ടെന്ന് പോകും. പിന്നെ പോകാനുള്ളത് വേറൊരു സ്ഥലമാണ്. അതിനുവേണ്ടി വല്ല ഒരുക്കവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന നിരന്തരമായ അന്വേഷണമാണ്, നോട്ടമാണ് വേണ്ടത് എന്നല്ല പറയുന്നത്. പക്ഷേ അവനെ മറക്കുമ്പം യഥാർത്ഥത്തിൽ അവൻ മറക്കുന്നത് ആരെയാണ്? അള്ളാഹു. നിങ്ങൾ വലാ തകൂനു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാവരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയാൽ?
ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അവർ അവരെ തന്നെ അങ്ങ് മറക്കും, അങ്ങ് മറപ്പിക്കും എന്നർത്ഥം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ നമുക്ക് ഒരു ധാർമ്മികമായ ഒരു ബോധം വരും. ഇങ്ങനെയൊന്നും പോയാൽ പോരല്ലേ, ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറുപ്പക്കാർ അദ്ദേഹം റാസൽ കൈമയിൽ മരിച്ചു. ആ മരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു അല്ലേ, വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ തിരിച്ചു പോയിട്ട് വിവാഹം കഴിക്കണം. അപ്പോൾ ആ പ്രതീക്ഷയല്ല വരുന്നത്. ജോലിക്ക് മധ്യേ മഴ വരുന്നു, ആകാശം കറക്കുന്നു, കാറ്റടിക്കുന്നു, മതിലിന് നേരെ ചാരി നിൽക്കുന്നു അല്ലേ, ഇടിഞ്ഞ് അദ്ദേഹം മരിച്ചു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിർഭയരായിട്ട് എങ്ങനെ ഈ ഹാളിലിരിക്കുന്നു? വിശുദ്ധ ഖുർആനിലൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് രാത്രി പേടിയില്ലാതെ എങ്ങനെ ഉറങ്ങാൻ കഴിയും അല്ലേ? നിങ്ങൾക്ക് പ്രഭാതത്തിൽ എങ്ങനെ കളിക്കാൻ കഴിയും? ഏത് സന്ദർഭമില്ലേ? ഈ ഷാർജയിലൊക്കെ പോയിട്ട് ഫ്ലാറ്റിൽ കൂടുവാനൊക്കെ വലിയ പേടി അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ അല്ലേ? 26, 36, 48 നിലയുള്ള ഫ്ലാറ്റിൽ ഇതൊന്നും കളയിപ്പോയാൽ ഇവിടെയൊക്കെ പിന്നെ രക്ഷാപ്രവർത്തനത്തിനില്ലേ ഒരാക്കം കിട്ടും, ബോഡിയെങ്കിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും അല്ലേ, ഒരു ചെറിയ രീതിയിലുള്ള. അപ്പം അങ്ങനെയാണ് ഏത് സന്ദർഭത്തിൽ തീർന്നു പോകേണ്ട ഒരു ജീവിതമാണിത്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ആ ബോധമുണ്ടാകുന്നത് അല്ലേ. ഇല്ലെങ്കിൽ സ്വന്തം മറന്നവനെ സംബന്ധിച്ച് എന്തുണ്ടാവില്ല, ഈ ഒരു ബോധം ഉണ്ടാവില്ല. അവൻ ചെയ്യുന്ന തിന്മകൾ അവൻ ന്യായീകരിക്കും. എന്താ അങ്ങനെ പറഞ്ഞാൽ, അല്ല അങ്ങനെ മുദ്രാവാക്യം വിളിച്ചാൽ എന്താ, അതേപ്പം ചോദിക്കുന്നത്. നമ്മുടെ സഹോദരിമാരും കൂടെ നോക്കിയാൽ ഇലക്ഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്ത് അല്ലേ, മുനിസിപ്പൽ, ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ വിവാദം എന്തായിരുന്നു നിങ്ങൾ? അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെ വിവാദം, റിസൾട്ടിൻ്റെ തൊട്ട് മുമ്പുള്ള, നിങ്ങൾ പറ. അല്ല, നമ്മുടെ ഇസ്ലാമിക ചുറ്റുപാടിൽ നടന്ന വലിയ ഒരു വാക്ക്, ഒരു കത്തിക്കാളിയ ഒരു തർക്കം ഉണ്ടായിരുന്നു, വിവാദം. സ്ത്രീ പള്ളി പ്രവേശം അല്ലേ. നമ്മുടെ മുനവറിൽ തങ്ങളെ മോളൊരു സത്യം അങ്ങ് പറഞ്ഞു അല്ലേ. അത് ചിലരുണ്ടാക്കിയതാണല്ലോ അല്ലേ, ചിലരുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ മുസല്ലൻ നിസ, ബാബുൻ നിസ, ബാബു റിജാൽ എന്ന് പള്ളിയിൽ ബോർഡ് ഉണ്ടാവുമോ? ഏത് പള്ളിയിൽ നമ്മൾ പോയാൽ അല്ലേ, പുരുഷന്മാർക്കുള്ള വാതിൽ, സ്ത്രീകൾക്കുള്ള വാതിൽ. മുസല്ലൻ നിസ സ്ത്രീകളുടെ പള്ളി, മുസല്ലൻ റിജാൽ അല്ലേ. നമുക്കറിയാം അതുണ്ടാക്കിയ. നമുക്കെത്രയോ സംഭവങ്ങൾ അതിനെക്കുറിച്ചും തർക്കമല്ല ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ആ മാതാവിൻ്റെ വേദന ഓർത്ത് നമസ്കാരം ചുരുക്കി എന്ന് എത്രയെത്ര സംഭവങ്ങൾ നമുക്കറിയാം. ആ സത്യം ആ പെൺകുട്ടി പറഞ്ഞു. പിതാവ് തിരുത്തുന്നുണ്ടല്ലേ, തിരുത്തേണ്ട ഒരു വിഷയമല്ലത്. ആ മോളെ ശരിക്കും പറഞ്ഞാൽ ചേർത്ത് പിടിക്കാൻ വേണ്ടി അല്ലേ ഒരു സത്യം പറഞ്ഞല്ലോ. ആ തിരുത്ത് തന്നെ അത് നല്ലൊരു സന്ദേശമല്ല. ഏതായിരുന്നാലും അത് വലിയ വിവാദമായി അല്ലേ. പിന്നെ പോകാമോ, പോയിക്കൂടെ എന്ന ചർച്ച. എന്തുകൊണ്ട് പോയിക്കൂടാ? സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലരുന്നു എന്ന വിഷയം. വലിയ വിഷയം അതല്ലേ. പള്ളിപ്പോയാൽ പള്ളിപ്പോയ കലരുന്നില്ല അല്ലേ. എൻ്റെ AP അബ്ദുൽ ഖാദർ മൗലവിനോട് ഒരാൾ ചോദിച്ചത്രേ, കോഴിക്കോട് ഒരു പള്ളിയിൽ ഒരു ചങ്ങായി നേരത്തെ വന്ന് പള്ളിയിലിരുന്നു. മൂപ്പറിങ്ങനെ വാച്ച്മാർ നോക്കി, 11 മണി, 11:30 മണി, 12 പെണ്ണുങ്ങൾ വരുന്നത് കാണുന്നത്. ഇയാളാകെ ഇടങ്ങാറായി. ഇയാൾ പെണ്ണുങ്ങളെ കാത്തിരിക്കുകയാണ്. ബാങ്ക് കൊടുത്തിട്ടും പെണ്ണുങ്ങളെത്തില്ല. പെണ്ണുങ്ങൾ പോകുന്ന പള്ളിയാണത്. ചോദിച്ചു, ഇതെന്താ പെണ്ണുങ്ങൾ വരാത്തത്? പെണ്ണുങ്ങൾ വരുമോ ഇവിടെ? ഇവനിരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ വരുമോ അല്ലേ? പെണ്ണുങ്ങൾ വരെയായിട്ട് മൂപ്പർക്ക് ചൂടായി. മൂപ്പർ പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് നിസ്കരിക്കാൻ വന്നതാണ്, ഇടകലർന്ന്. അങ്ങനെയാണല്ലോ അല്ലേ.
അങ്ങനെയാണല്ലോ പ്രചാരണം. അദ്ദേഹം പറഞ്ഞത്ര പെണ്ണുങ്ങൾ ഇവിടെ നല്ല നിസ്കരിക്കുക, അവർക്ക് വേറെ പള്ളിയുണ്ട്, വേറെ ഭാഗമുണ്ട്. സ്ത്രീകൾ ഇടകലരും പുരുഷന്മാർക്കിടയിൽ ഈ പള്ളിയിൽ പോകെല്ലാം ഇതിലും വിഷയം. വേറെ മനസ്സിലായി, ഏത് നേർച്ചക്കോ ഉറൂസിനോ അതൊന്നും വിഷയമല്ല. ട്രാഫിക് ആ പ്രശ്നങ്ങളില്ല. ബസ്സിലെ ജീപ്പിലെ ഏറ്റവും രസം, നാട്ടിലെ ജീപ്പിലെ ഏറ്റവും രസം ഉണ്ടാവും. ഇപ്പോൾ ഉണ്ട് ഈ ജീപ്പിന്, ആ സർവീസ് ജീപ്പിൻ്റെ പേരുണ്ടല്ലോ, എന്നതിൻ്റെ പേര് നമ്മുടെ ഇപ്പം ഇങ്ങനെ ഓരോ ഏരിയയിൽ ഇങ്ങനെ സർവീസിൻ്റെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അതൊന്നും പ്രശ്നമില്ല. പോട്ടെ, വിവാദം കത്തിപ്പാളി. ആകാം വിവാദത്തിന് ചെറിയൊരു പരിഹാരം ആ ഇലക്ഷൻ റിസൾട്ട് വന്നതല്ലേ. റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത് അല്ലേ? ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര എന്താ തുള്ളല് പെണ്ണുങ്ങൾ. ആർക്കും ഒരു പ്രശ്നമില്ല, സ്ത്രീകൾ ഇടകലരുന്നതിന് പ്രശ്നമില്ല, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പഠിച്ചോനൊക്കെ എൻ്റെ മോളെ തട്ടിട്ട് ഇഞ്ഞല്ലേ ഇത് ചെയ്യുന്നെന്ന് പണ്ടൊക്കെ പറയില്ലേ. ഒരു മോശമില്ല, ഒരു മോശപ്പെട്ട ഒരു സ്ഥലത്ത് പെൺകുട്ടി നിൽക്കുന്നത് കണ്ടാലില്ലേ നമ്മൾ പറയാറില്ലേ, ഈ തട്ട വിട്ടിട്ടല്ല ഇഞ്ഞി ഓനോട് വർത്താനം പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് അല്ല അങ്ങനെ ചെയ്യുന്നത്. ആ തട്ടത്തെ നമ്മൾ നിന്ദിക്കുക ചെയ്യുന്നതല്ല, ആ തട്ടത്തിന് എന്തുണ്ട്, ഒരാദരവുണ്ട്. തട്ടത്തിൻ്റെ ആദരവാണ്. ആ തട്ടമിട്ട സഹോദരിമാർ ആ റോഡിലൂടെ നീളം പുരുഷന്മാരെ അല്ലേ വരിഞ്ഞു മാറ്റി അല്ലേ, എന്താ മുദ്രാവാക്യം, മുഷ്ടി ചുരുട്ടി, ഹിജാബ് തെന്നിപ്പോയിട്ടുണ്ട്, തട്ടം വീണ് പോയിട്ടുണ്ട്, മാറി വെളിവാകുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, കൈ കൊടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ അതപ്പോൾ ഏതെങ്കിലും ഒരു ബഷീർ വന്ന് ചോദിക്കാൻ എന്താ ഇങ്ങനെ, അപ്പം ബഷീർ പിന്തിരിപ്പനായി. എടോ നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് അല്ലേ. പള്ളീൻ്റെ വിഷയത്തിലാകുന്നില്ല കേട്ടോ, മുദ്രാവാക്യം വിളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ ഉത്തരവാദപ്പെട്ട പാർട്ടി അംഗങ്ങൾക്ക് പോലും നേതാക്കന്മാർക്ക് പോലും ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടേണ്ടി വരുന്ന വിധം കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിരാശ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പണ്ടൊക്കെ സ്ത്രീകൾ നമ്മളെ കാണുക എവിടെയാ, പ്രകടനം വരുന്നത് കാണുക, നബിദിന ഘോഷയാത്ര വരുന്നത് കാണുക, പെണ്ണുങ്ങളെ കാണുക, അങ്ങനല്ലേ. നാരങ്ങ വെള്ളം കൊടുക്കുന്നിടത്തിൽ, ലഡു കൊടുക്കുന്നിടത്തിൽ ഇങ്ങനെ കാണുവാനാണ്. ഇങ്ങനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ട്. അതെന്താ, അവർ സമൂഹത്തിൻ്റെ പാതിയല്ലേ, അവർ വോട്ട് ചെയ്യുന്നില്ലേ, അവർ മത്സരിക്കുന്നില്ലേ, അവർക്ക് എന്തുകൊണ്ട് അല്ലേ. ചില ഘട്ടങ്ങൾ ഇതൊക്കെ വേണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ. നമ്മൾ ഈ ശരീഅത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംരക്ഷണത്തിൻ്റെ റാലികളിൽ, വഖഫുമായി ബന്ധപ്പെട്ട അല്ലേ, നമ്മുടെ പൗരത്വം നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട റാലികളൊക്കെ ചിലപ്പോൾ നടത്തുമ്പോൾ അതിൻ്റെ മാന്യത പുലർത്തിക്കൊണ്ട് നമുക്ക് അതാവാം. അതിൻ്റെതായ സന്ദർഭങ്ങളുണ്ട് അല്ലേ. അത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ്. ഇപ്പം തന്നെ എന്തുകൊണ്ട് SIR എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ. SIR എന്തിനാ അല്ലേ. ഇന്ത്യ മുഴുവൻ ബംഗ്ലാദേശികൾ കടന്നുകൂടിയിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മുഴുവൻ ആരാ, ബംഗ്ലാദേശികൾ. SIR എന്തിനാ, ഈ ബംഗാളികൾ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു DGP പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ലേ, അദ്ദേഹം നമ്മുടെ നികുതി പണം തിന്നിട്ട് ഒരുപാട് കാലം അല്ലേ, കേരളത്തിൻ്റെ DGP ആയിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, ബംഗ്ലാദേശികൾ വന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നു, ഇവിടെ പെണ്ണെട്ടിട്ട് മക്കളുണ്ടാക്കിയിട്ട്. എത്ര വെളുപ്പില്ലാത്ത വൃത്തിയായിട്ടല്ലേ. അപ്പം അതങ്ങനെ വന്ന് എന്തായി, നീ ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചിട്ട് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരെ അടിച്ചങ്ങ് കൊന്നേളിയ അല്ലേ. 4 ദിവസമായിട്ടേ വന്നിട്ടുള്ളൂ അദ്ദേഹം. എത്ര മലയാളം എന്താണെന്നറിയാവോ, കേരളം എന്താണെന്നറിയോ, ഇവിടുത്തെ സംസ്കാരം അദ്ദേഹത്തിന് അറിയാവോ? എനിക്ക് വെള്ളം വേണം എന്ന് പറയാൻ മലയാളത്തിൽ അറിയാവോ അയാൾക്ക്? എനിക്ക് വിശക്കുന്നിട്ട് ഞാൻ വൈദറ്റി വന്നതാണെന്ന് പറയാൻ അറിയാവോ? കേരളത്തെക്കുറിച്ച് നല്ല നാട്ടിൽ അവരുടെ നാട്ടിൽ നല്ല പെരുമയുണ്ട്
നമ്മൾ ദുബായിൽ വരുന്നവരാണ് അവർക്ക് കേരളത്തിൽ പോക്ക്. അപ്പോൾ അവിടെ പോയാൽ നല്ല ജോലിയൊക്കെ കിട്ടും അല്ലേ? ജോലിയൊക്കെ ചെയ്ത് ലക്ഷം നിറമൊക്കെ നന്നായി നമ്മൾ നിറം വരുത്തും പിടിയാ വരിക. പോലും നിറം വരുത്തുന്നതിന് കേരളത്തിലാണ് വരിക അല്ലേ? നിറമൊക്കെ വന്ന് നിങ്ങൾ കാണാറില്ല നമ്മുടെ നാട്ടിൽ പോകുമ്പോഴുള്ള പർച്ചേസ്, പേരാമ്പ്രയും വടകരയും കോഴിക്കോട്ടങ്ങാടിയിലൊക്കെ വന്നിട്ട് പർച്ചേസ് നടത്തുന്നത്, നമ്മൾ ദുബായി പോയിട്ട് പർച്ചേസ് നടത്തുന്നവരെ എന്താ പോക്ക്, എന്താ സന്തോഷം. അങ്ങനെ ഒരു കുടുംബത്തിനെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി വന്ന 5-8 മക്കളുള്ള 2 മക്കളുള്ള നിങ്ങളെ നടിക്കല്ല, എനക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കട്ടിട്ടിൽ എന്നൊന്നും പറയാൻ എനിക്ക് ഭാഷ അറിയില്ലാലോ. ശരിയല്ലേ? അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഈ വെറുപ്പ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നേരത്തെയുള്ള വെറുപ്പാണ്. നമ്മുടെ കേരളത്തിലും വെറുപ്പില്ലാതെയല്ല, വെറുപ്പുണ്ട്. പക്ഷേ വെറുപ്പിൻ്റെ ഭൗതികമായ ഒരു രൂപം അത് കണ്ടു തുടങ്ങുക. 2 സംഭവങ്ങളുണ്ടായി. ഒന്നെന്തായിരുന്നു? അട്ടപ്പാടിയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു പാവം വിശന്നിട്ടാകട്ടോ, വിശന്നിട്ടല്ലേ കട്ട് കൊന്നുകൾ. ഇതോ ഒന്നുമില്ല. എന്ത് പറഞ്ഞിട്ടാണ് കൊല്ലുന്നത്? ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന ചില സംഗതികളെന്ന് പറഞ്ഞാൽ, കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഈ വിധത്തിലുള്ള അതിക്രമങ്ങളുടെ മനുഷ്യന്മാരെ പച്ചക്ക് കൊല്ലുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ അതിനോട് എന്ത് നയം സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ആരെയും ആക്ഷേപിക്കുന്നൊന്നല്ല, പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് എന്ത് ഔദ്യോഗികമായിട്ട് പറഞ്ഞു അല്ലേ? നാട്ടിൻ്റെ MP എന്ത് പറഞ്ഞു? അതിവിടെ അനുവദിക്കില്ല എന്നും അത്തരത്തിൽ കേരളത്തെ കാണണ്ട എന്നൊക്കെ പറയാൻ അല്ലേ? പക്ഷെ ഈ വെറുപ്പ് നിരന്തരമായി മുസ്ലിം പ്രചരിപ്പിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്ന നിലപാടാണ് കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളായിട്ട് പറയത്തില്ല, നമ്മൾ അറിഞ്ഞും വായിച്ചും കേട്ടും കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനല്ലേ? അപ്പോൾ SIR വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കണം? അവിടെ നമ്മൾ സ്ത്രീകൾ, മുസ്ലിംമാർ ആവാഹം എല്ലാവരും ഒന്നിച്ചിരുന്ന് റോഡിലിറങ്ങി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കും. എന്താണ്? നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണത് അല്ലേ? അതുപോലെ അല്ല എന്ത് നേരത്തെ പറഞ്ഞ ഈ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അല്ലേ, പരസ്പരം കൈ കൊടുത്ത് ഒരു ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാൽ പിന്നെ ആർക്കും കൈ കൊടുക്കാമെന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ഇമാം തബറാനി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് സംഭവം. എന്താണ്? ലിഅൻ യതഅന ഫീ റഅസി അഹദിക്കും ബിമഖീത്തിൻ മിൻ ഹദീദ്. അല്ലേ? ഒരാൾ ഇരുമ്പിൻ്റെ ഒരു സൂചിയെടുത്ത് തൻ്റെ തലയിൽ കുത്തി ഇറക്കിക്കൊണ്ടിരിക്കലാണ്. ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറഅത്തൻ ലാ തഹില്ലു ലഹു. സ്പർശനം ഹലാലല്ലാത്ത ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഒരു സൂചി എടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കലാണ്. ഇമാം തബറാനി ഉദ്ധരിച്ച ഷെയ്ഖ് അൽബാനി സ്വഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. എന്ന് മാത്രമല്ല, നമ്മൾ അറിയാൻ വേണ്ടി പറയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങൾ അല്ലേ? നമുക്ക് തൊടാനും പറ്റാത്ത, ഇപ്പം എനിക്കെൻ്റെ പെങ്ങളുടെ മോളെ തൊടാം, എനിക്കെൻ്റെ അനുജൻ്റെ മോളെ തൊടാം, തൊടൂടെ? എൻ്റെ അനുജൻ്റെ മോളെ തൊടാൻ പറ്റുമോ? എൻ്റെ ഉമ്മയുടെ അനുജത്തിയെ തൊടാം, എൻ്റെ ഉമ്മയുടെ അനുജത്തിൻ്റെ മോളെ എനക്ക് തൊടാവോ? ഇബ്രാഹിക്ക തൊടാവോ? അവളെനക്ക് കല്യാണം കഴിക്കാമല്ലോ അല്ലേ? മെഹറം അല്ലല്ലോ. പക്ഷെ ഈ വിധത്തിലുള്ള പരിധികൾ പലപ്പോഴും വീടുകളിൽ, പ്രത്യേകിച്ച് ആഘോഷവേളകളിൽ, കല്യാണ സന്ദർഭങ്ങളിലൊക്കെ ലംഘിക്കപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി ആരെങ്കിലും എന്തോ പറഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ കൊള്ളാത്തവനും സ്നേഹമില്ലാത്തവനും അല്ലേ, ബന്ധം ഇഷ്ടപ്പെടാത്തവനൊക്കെ ആയിട്ട് മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടായമായി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഇന്നി ലാ ഉസാഫിഹുൻ നിസാ. ഞാൻ ഒരു സ്ത്രീക്കും കൈ കൊടുക്കുകയില്ല. ഞാൻ സ്ത്രീകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണം. എന്തുകൊണ്ടാ? അത് കൈകളുടെ സിനയാണ്. മനസ്സിലായില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ കാര്യം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ആ ഒരു പെണ്ണിനും കൈ കൊടുത്തിട്ടില്ല. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കബീലകളിൽ നിന്ന് ആളുകൾ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ പുരുഷന്മാരുമായി അവർ ബൈഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കൈകൊടുത്ത് ബൈഅത്ത് ചെയ്യും. നബിയെ, ഞങ്ങൾ നിങ്ങളോടൊപ്പാന്ന് പറയും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ സ്ത്രീകളുണ്ടാകും. അവരെന്താ ചെയ്യുക? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയും, യുബായിഉന ബിൽ കലാം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോടുള്ള ബൈഅത്ത് ബിൽ കലാം, സംസാരത്തിലൂടെയാണ്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പറയലാണ്. അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയലാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട്, അത് ശരിയല്ല. ആ നിലപാട് ഉള്ളവർ ആരാണ്? സ്വന്തത്തെ മറന്ന് മറ്റുള്ളവരെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന മനുഷ്യന്മാരിൽ നിന്നാണ് ഇത് വരും. അതുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ മുസ്തഫ സുബായി, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വളരെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു അറബി എഴുത്തുകാരനാണ്, മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാണ്. നോക്കൂ, അൽ ഹയാത്തു. നമ്മളെ വിഷയം എന്താണ്? ആത്മ വിചാരണ, സ്വന്തത്തെക്കുറിച്ചുള്ള ആലോചനയാണ്, അല്ലേ? അൽ ഹയാത്ത് കേട്ടോ, ജീവിതം എന്ന് പറഞ്ഞാൽ ഹിയൽ ഫുർസത്തുൽ വഹീദ, അത് ഒരേ ഒരു സന്ദർഭമാണ്. എന്തിന്? ലിൽ ഖുലൂദ്, അനശ്വരതയ്ക്ക് വേണ്ടിയല്ല. നേരത്തെ പറഞ്ഞു ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ കുറഞ്ഞ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് എന്താണ്? അനശ്വരമായ, തീരാത്ത, അല്ലേ, ജീവിതത്തിന് വേണ്ടിയുള്ള വിഭവങ്ങളാണ്. ബിൽ അമലിൻ നാഫി. എന്തുകൊണ്ടാണത്? ഏറ്റവും നല്ല പ്രയോജനകരമായ അമല് കൊണ്ടാണ് നേടേണ്ടത്. നല്ല നിലപാട് കൊണ്ടാണ്, നല്ല കർമ്മങ്ങൾ കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഫലൈസ ഫീഹ, ആ ജീവിതത്തിൽ ഇല്ലേ ഇല്ല. ശരിക്കും ശ്രദ്ധിക്കണേ, ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിക്കും. ഫലൈസ ഫീഹ മുത്തസഉൻ ലില്ലഹ്വി വൽ അബസ്, ആ ജീവിതത്തിൽ വിനോദത്തിനോ അർത്ഥശൂന്യമായ കളിക്കോ ഒരു സാധ്യതയേ ഇല്ല. അതിൻ്റെ ഒരു റൂം ആ ജീവിതത്തിലില്ല. നമ്മൾ എത്രയാ സമയം, അല്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് സമയം രേഖപ്പെടുത്തുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തെ നിങ്ങളൊന്ന് തിട്ടപ്പെടുത്തി നോക്കാൻ ശ്രമിച്ചു നോക്കും. എത്ര ഉണ്ടാവും? ലാസ്റ്റ് 12:26 ഫോൺ വെച്ച് കിടന്നാൽ ഒന്നുകൂടി എടുത്തു നോക്കും, അല്ലേ? നമ്മൾ ആദ്യം അവസാനമായി കയ്യിൽ നിന്ന് വെക്കുന്നതും ആദ്യം കയ്യിലേക്ക് എടുക്കുന്നതും നേരം വെളുത്താൽ എന്താണ്, അല്ലേ? എത്ര നേരാണ് നമ്മൾ. നിങ്ങളത് ഉപയോഗിച്ചോളൂ. പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു. നിങ്ങൾക്കതിൽ ഖുർആൻ പഠിക്കാം, ഹദീസ് പഠിക്കാം, ക്ലാസ്സുകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ, അല്ലേ? നിങ്ങളൊന്നും ചെയ്യേണ്ടെന്നല്ല ഈ പറയുന്നത്. മുസ്തഫ സബായി പറഞ്ഞതുപോലെ നിങ്ങൾ ലഹവിന് വേണ്ടി, അബസിന് വേണ്ടി, അർത്ഥശൂന്യമായ വിനോദങ്ങൾക്കും കളികൾക്കും വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ശരിക്കും ജീവിതത്തെയാണ് അതിലൂടെ നഷ്ടപ്പെടുന്നത്. എന്നാ നോക്കൂ, ഒരു പേജ് ഒരു ദിവസം ഖുർആൻ ഓതാത്ത എത്ര മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ തേടിപ്പോണ്ട്, നിങ്ങൾ അവനവൻ്റെ റൂമിലെ നമ്മുടെ സഹോദരന്മാരെ നോക്കിയാൽ മതി. അവർ മനുഷ്യന്മാരാണല്ലോ ചെയ്യുന്നതൊക്കെ, അല്ലേ? ഒരു വെള്ളിയാഴ്ച ഒരാൾക്ക് ഓതുന്നുണ്ടോ? സുബഹി നിസ്കരിച്ചിട്ട് ഒരു പേജ് ഖുർആൻ ഓതുന്നുണ്ടോ? അല്ല കിടക്കാൻ നേരത്തെ ഒരു പേജ് ഓതുന്നുണ്ടോ? അല്ലേ? അവരും കൃത്യമായും മുസ്ലിങ്ങളാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ക്ലാസ്സിന് വരുന്നവരാണ്, അല്ലേ? അവനവൻ്റെ ഹൃദയത്തെക്കുറിച്ച് ഓർക്കാൻ ഒരു സെക്കൻഡ് നമ്മൾ മാറ്റിവെക്കാതെ, അല്ലേ, ഇത്രയും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നിങ്ങൾ നോക്കൂ, സമയത്തിൻ്റെ വിലയെക്കുറിച്ചിട്ട് പറയാണ്. ഒരു മത്സ്യം പിടിക്കുന്ന ഒരു മുക്കുവൻ, അദ്ദേഹം പാതിരാവിൽ വലയും എടുത്ത് പോകുന്നുണ്ട്. ഒരു കഥയാണ് ആരിസ. അദ്ദേഹം ഒരു നദിക്കരയിലെത്തുന്നുണ്ട്. നദിക്കരയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ഒരിടം, ഇവിടെ ഏതായാലും വലയെറിയാമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇരിക്കാൻ നേരത്ത് കാലിൽ എന്തോ തട്ടി. അദ്ദേഹം തൊട്ട് നോക്കുമ്പോൾ അതൊരു ചാക്കാണ്. എന്താണ്? അവിടെ തന്നെ ഇരുന്നു. അതിൽ ചെറിയ കല്ലുകളുണ്ട്. അദ്ദേഹം
മീനെ വലയെറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ചാക്ക് തുളച്ച് അതിലെ ഓരോ കല്ലും അദ്ദേഹം എടുത്തിങ്ങനെ പുഴയിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. വളരെ നിശബ്ദമായ അന്തരീക്ഷ രാത്രിയാണല്ലോ. വെള്ളത്തിന് വലിയ ഓളങ്ങളൊന്നുമില്ല. മീനിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഓരോ കല്ലും വെള്ളത്തിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം ഇദ്ദേഹത്തിന് നല്ലൊരു സുഖം തോന്നിക്കുന്നു. എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞു നേരം വെളുത്തു. ആ ഫജ്ർ സ്വാദിഖൊക്കെ വെളിവായി. ഏകദേശം കയ്യിലെ വസ്തു തിരിച്ചറിയാൻ നേരത്ത് എറിയുന്ന കല്ലിനെ അദ്ദേഹം നോക്കുകയാണ്. ആ കല്ല് മാത്രമേ ബാക്കിയുള്ളൂ എറിയാനായിട്ട്. ആ കല്ല് രത്നമായിരുന്നു. എന്ത്? ഡയമണ്ട് പീസായിരുന്നു. പക്ഷെ ഇതേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് അദ്ദേഹം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? നമ്മൾ വെറുതെ അറിയാതെ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഈ രത്നക്കല്ലുകളാണ് നമ്മുടെ പോയ ആയുസ്. ഏതേ ഉള്ളൂ ഈ കയ്യിലുള്ള. അതാണ്. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്നു, ചിരിക്കുന്നു, കേൾക്കുന്നൊക്കെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അറിയേണ്ടുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്. അതെന്താണ്? ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു, അൽ കയ്യിസ്. കയ്യിസ് എന്ന് പറഞ്ഞ ബുദ്ധിമാൻ. അദ്ദേഹം ആരാണ്? മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ഉത്തരവാദിത്ത ബോധത്തോടെ നിലകൊള്ളുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് ആര്? ബുദ്ധിമാൻ. മനസ്സിലായില്ലേ? ഇസ്തിഅദാദുൽ മൗത്ത്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ്. അവൻ ബുദ്ധിമാനാണ്. ആ കൂട്ടത്തിലാണോ നമ്മൾ ആലോചിച്ച് നോക്കുക. അതേ സന്ദർഭത്തിൽ വൽ ആജിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഡ്ഢി ആരാണെന്ന് നിങ്ങൾക്കറിയോ? അവൻ മൻ അത്ബഅ നഫ്സഹു, സ്വന്തം ഇച്ഛയ്ക്ക് പിന്നാലെ പോകും. മനസ്സെന്താ പറയുന്നത് ചെയ്യുക. ഇന്നിങ്ങനെ, നാളങ്ങനെ, അല്ലേ? ഇന്ന് ഇത്ര സിനിമ കാണാം, അല്ലേ? ഇന്ന് റീൽസ് കാണാം, വൈകുന്നേരം കോമഡി കാണാം, രാത്രി പാരഡി കാണാം. അങ്ങനെ എന്താണോ അതങ്ങനെ ചെയ്യുക. എന്നാലോ നല്ല മനുഷ്യനാണ് അവൻ. വതമന്ന അലല്ലാഹ്, അള്ളാഹുവിൽ വലിയ പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എന്ത്? എന്നെ പടച്ചോനങ്ങ് രക്ഷപ്പെടുത്തും. എന്നെ പടച്ചോനങ്ങ് ഞാനിങ്ങനെയൊക്കെ ചെയ്താലും ഇങ്ങനെയൊക്കെ കണ്ടാലും ഇത്തരം വൃത്തികേടുകളൊക്കെ, അല്ലേ, നോക്കിയും കണ്ടും പറഞ്ഞും ആസ്വദിച്ചും കഴിഞ്ഞാലൊക്കെ സാരില്ല, റബ്ബനെ രക്ഷപ്പെടുത്തും എന്ന വിശ്വാസം അവനുണ്ട്. അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കുന്നില്ല. വതമന്ന അലല്ലാഹ്, റബ്ബിൽ നല്ല പ്രതീക്ഷയാണ്. ഇവൻ മഹാവിദ്യ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഈ ഒരു വാക്ക്, ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന വാക്കാണ്. ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് എല്ലാവരും പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്കറിയാം. ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യണം. ഏതിന് മുമ്പ്? നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ്. എന്ന് മാത്രമല്ല, വസിനൂഹാ ഖബല അൻ തൂസനു. നിങ്ങളുടെ കർമ്മങ്ങളെ ഒന്ന് തൂക്കി നോക്കണം, അത് തൂക്കപ്പെടും മുമ്പ്. എന്തിനാണ്? അല്ലേ? രാത്രി ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ ചിന്തിക്കുക. അതാണ് തിരിച്ചറിവെന്ന്. ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഒളുവൊക്കെ എടുത്ത്, അല്ലേ? ഒളുവൊക്കെ എടുക്കലുണ്ടോ? ഒളുവൊക്കെ എടുക്കലുണ്ട്. പക്ഷെ ഇപ്പം എടുക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്, അല്ലേ? ഇനി അങ്ങോട്ട് നിങ്ങൾ ഉസ്താദെ ഒരു മാസം ഒതു എടുക്കാൻ പറയരുത്, അല്ലേ? തണുപ്പാണ്. ഒളുവൊക്കെ എടുത്ത്, അല്ലേ, നമ്മളിങ്ങനെ കുൽഹു അല്ലാഹു കുല്ലഊദു ബിറബ്ബിൽ ഫലക് കുല്ലഊദു ബിറബ്ബിൻ നാസൊക്കെ ഓതി കൈവെള്ളയിൽ ഊതി, അല്ലേ, അതങ്ങനെ തല മുതൽ കാല് വരെ അങ്ങ് തടവി, അല്ലേ, ആയത്തുൽ കുർസി ഓതി, ആമന റസൂൽ ഓതി, ബിസ്മിക റബ്ബി വളഅ്തു ജംബി, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 കേട്ടോ, 33 അല്ല. അങ്ങനെ 100 കംപ്ലീറ്റ് ആക്കി കിടക്കാൻ നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രേ ഉള്ളൂ. ഞാൻ ശരിക്കും ഇതെന്താ ചെയ്തത്?
അല്ലേ? ഇതാണ് ഈ ഹാസിബു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല, അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, കിടക്കാൻ. എന്തെങ്കിലും നന്മ ഇന്ന് നേരം വെളുത്ത് ഇത്രയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ ഒന്നാലോചിച്ചു. ഹാസിബു. രണ്ടാമത്തെ ചിന്ത എന്താ വേണ്ടി? അതാണ് ഈ ബസീറ എന്ന് പറയുന്ന തിരിച്ചറിവ്, ഇല്ലേ? ഇതിൽ ഏതെന്നിന് വേണ്ടിയാണ് ഞാൻ തൗബ ചെയ്യേണ്ടത്? മൂന്നാമത്തത്, നാളെ എൻ്റെ അവസ്ഥ മെച്ചപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ നിലക്കുള്ള ഒരു ആലോചനയും ഒരു ആത്മവിചാരണയും നമുക്കുണ്ടാകുമെങ്കിൽ എന്താണ്, നിങ്ങൾ നാളെ പരലോകത്ത് സമർപ്പിക്കാനിരിക്കുന്ന വലിയൊരു സമർപ്പണത്തിൻ്റെതായ ഒരു ദിനമുണ്ട്. നമ്മളുടെ കർമ്മങ്ങൾ, വിശ്വാസമൊക്കെ സമർപ്പിക്കുന്ന ആ സന്ദർഭം. അതിന് പറയുക ലിൽ അർദിൽ അക്ബർ, എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ അവിടുത്തെ വിചാരണ, അവിടുത്തെ തൂക്കം നിങ്ങൾക്ക് നമുക്ക് എളുപ്പമായി തീരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല. ഇന്ന് രാവിലെ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ എന്ത് കേട്ടാലും ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. അവൻ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ഭാവിയിൽ അടുത്ത നിമിഷം തെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചേ ചിന്തിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയാ ചിന്ത. പക്ഷെ അവൻ തന്നെയാണ് യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. ആ മനുഷ്യനാണ് നാളെ പരലോകത്ത് ഈ മൂല്യമില്ലാത്ത വിശ്വാസവും പ്രതിഫലമില്ലാത്ത കർമ്മങ്ങളുമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ത്? ഐനൽ മഫർ. എന്താ ഈ മഫറിൻ്റെ അർത്ഥം? എവിടെയാണ് ഓടി ഒളിക്കാൻ ഒരു സ്ഥലം? മഫർ സങ്കേതം. അള്ളാഹ് പറയുക കല്ല ലാ വസർ, അങ്ങനെ ഒന്ന് നീ പ്രതീക്ഷിക്കുകയേ വേണ്ട. മറഞ്ഞിരിക്കാൻ കഴിയല്ല. ഇല്ല റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, പോയി നിൽക്കാനുള്ള ഒരേ ഒരിടം എവിടെയാ താജുദ്ദീനെ? നിന്റെ റബ്ബിൻ്റെ മുമ്പിൽ മാത്രം. അല്ലേ? ഈ ബോധമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു കാര്യം നമുക്കുണ്ടാകേണ്ടത് ജാഗ്രതയാണ്. എന്താണ്? ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ, ഈ നദീതീരത്ത് നിൽക്കുന്ന കൊക്കിൻ്റെ ജാഗ്രതയെക്കുറിച്ച് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും ആരിസേ, അല്ലേ? നദീതീരത്ത് നിൽക്കുന്ന കൊക്കുണ്ടല്ലോ ബഷീർക്ക, ഭയങ്കര ശ്രദ്ധയ്ക്കുക. കൊക്ക് എന്നല്ല പറയുക, കൊച്ച അല്ലേ? എന്താ ശ്രദ്ധ? വെള്ളത്തിന് ഓളമുണ്ടാകും, പരിസരങ്ങളിൽ അനക്കങ്ങളുണ്ടാകും. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഓളങ്ങളോ പരിസരത്തെ അനക്കങ്ങളോ ഈ കൊക്കിനെ ബാധിക്കില്ല. കാരണം കൊക്കിന് ഒരേ ചിന്തയുള്ളൂ. എന്താ ചിന്ത? ഒരു പരൽ മീൻ വന്നാൽ അപ്പം പൊക്കണം. വിതിൻ നോ ടൈം വരുന്ന സന്ദർഭത്തിൽ ആ പരൽ മീൻ കൊക്കിൻ്റെ പിടിയിലമരും. കൊക്കിനെന്തറിയാം? പരിസരത്തേക്ക് എൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ നഷ്ടമുണ്ടാകും, വലിയ നഷ്ടം ഉണ്ടാകും, മീനങ്ങ് പോവും. യഥാർത്ഥത്തിൽ പരിസരങ്ങളിൽ ഒരുപാട് അനക്കങ്ങൾ ഉണ്ട് ജലീലെ, ഒരുപാട് ശബ്ദങ്ങളുണ്ട്, ഒരുപാട് ഇളക്കങ്ങളുണ്ട്. ആ അനക്കങ്ങളിലേക്കും ഇളക്കങ്ങളിലേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? വലിയ നഷ്ടം ഉണ്ടാവും. നിങ്ങളോട് പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ആദം നബി അലൈഹി ഇസ്ലാമോട് അള്ളാഹ് പറഞ്ഞൊരു മരം ഉണ്ടല്ലോ, അല്ലേ? ഒരു മരം എന്താണ്? വലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂന മിനല്ലാഹ്. നിങ്ങൾ അതിനോട് അടുക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞ തടയപ്പെട്ട ആ ഒരു മരം ഉണ്ടല്ലോ, ആ ഒരു മരത്തെ ഒരു പ്രതീകമായിട്ട് നമ്മൾ എടുക്കുക, ഒരു ഉദാഹരണത്തിന് എടുക്കുക. എങ്കിൽ നമ്മൾ അടുക്കാൻ പാടില്ലാത്ത എത്ര മരങ്ങൾ നമ്മുടെ ചുറ്റും, അല്ലേ? വിഷക്കനികൾ പൂത്തുലഞ്ഞ എത്രയോ മരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു നിമിഷം മതി നമ്മൾ അതിലെ വിഷക്കായ തിന്നാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. തത്വചിന്തകന്മാർ പറയാറുണ്ട്, നിങ്ങൾക്ക് കാക്കയുടെ ജാഗ്രത വേണം. ആരുടെ?
എന്താ കാക്കേൻ്റെ ജാഗ്രത? നിങ്ങളൊരു കാക്കേനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജാലകത്തിലൂടെയാണ് കാണുന്നത്. അപ്പുറത്ത് 2 പറമ്പിൻ്റെ അപ്പുറത്തുള്ളൊരു തെങ്ങിൻ്റെ ഓലയിലൊരു കാക്ക ഇരിക്കുന്നു. സ്വർഗ മുറ്റത്തിറങ്ങി നിങ്ങളൊരു കല്ലെടുക്കുമ്പോഴേക്കും, കല്ല് എടുക്കണ്ട, കല്ലെടുക്കാൻ കുനിഞ്ഞാൽ മതി അല്ലേ? കല്ലെടുക്കാൻ കുനിയേണ്ട നേരം വളരെ ദൂരത്തു നിന്ന് അത് തിരിച്ചറിഞ്ഞ് അകന്നു പോകുന്ന കാക്കയുടെ ജാഗ്രത ഉള്ളതാണോ ഈ പറയുന്നത്? നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഒരു കാക്കേനെയും കാണുന്നില്ല മുറ്റത്ത്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു കഷ്ണം മത്സ്യം തിന്ന് ബാക്കിയ ഒരു മീൻ്റെ തലയുണ്ട്. നിങ്ങൾ ആ മീൻതല കാക്കയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് മിറ്റത്ത്, പക്ഷെ കാക്ക വിടയില്ല. നിങ്ങൾ മിറ്റത്തെത്തി അത് ഇടുമ്പോഴേക്കും കാക്ക അവിടെത്തും. അതെപ്പോഴും അതിൻ്റെ അല്ലേ ആഹാരം തേടി ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മഅയ്യത്തിനെ കുറിച്ചിട്ടുള്ള ബോധം, ആ ജാഗ്രത. ഈ പറയുന്ന എന്തിനു വേണ്ടിയാ? കലർപ്പില്ലാതെ തെളിഞ്ഞ പ്രകൃതവുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാഗ്രത. ആ ജാഗ്രതയുടെ പേരാണെന്ത്? ഇസ്ലാമിൽ തഖ്വ എന്ന് പറയും. എന്താണ് തഖ്വ? എന്തിനാ? കറ പുരളാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ആ സന്ദർഭത്തിൽ തന്നെ നമുക്ക് പടച്ചവൻ്റെ മഅയ്യത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ. നിങ്ങൾ റബ്ബിനോട് നമ്മൾ എത്ര നന്ദികേട് കാട്ടിയാലും അള്ളാഹ് സ്നേഹിച്ച് നമ്മോടൊപ്പമുണ്ട്. ഇന്ന് രാവിലെ ഖുർആൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ അല്ലേ നിരപരാധികളായ വിശ്വാസികളെ കിടങ്ങിൽ ചുട്ടുകൊന്നവരും അവർ തൗബ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അള്ളാഹു. ഓർമ്മയില്ലേ അല്ലേ? അത് പടച്ചവൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാട്ടിയില്ലെങ്കിലും അള്ളാഹുവിനെ നമ്മൾ ഓർത്തിട്ടില്ലെങ്കിലും അള്ളാഹു വഹുവ മഅക്കും ഐനമ, വെരി ഗുഡ്, ഐനമ കുന്തും, അവൻ നിങ്ങളോടൊപ്പമുണ്ട്. പഠിച്ചു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ എന്താ ഗുണം? നമ്മെ അവൻ സഹായിക്കും, നമ്മെ അവൻ പിന്തുണക്കും, നമ്മെ അവൻ കാത്തുകൊള്ളും. അതാണ്. പക്ഷേ അള്ളാഹുവിൽ നിന്ന് കുതറി ഓടാനുള്ള ശ്രമമുണ്ടല്ലോ, അത് വലിയ ദുരന്തം ഉണ്ടാക്കും. ഒറ്റപ്പെടാൻ ശ്രമിക്കുകയാണ് അല്ലേ? ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാൻ ശ്രമിക്കുക, ഒറ്റയ്ക്കിരിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം ഒറ്റക്കൊരിടത്താവുക. നിങ്ങളുടെ ഈമാനിനെ, വിശ്വാസത്തെ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ് എന്ത്? ഒറ്റക്കൊരിടത്താവുക. ഇന്നിപ്പോൾ ഏതായാലും ഭാര്യയും മക്കളൊന്നും പിടിയില്ല അല്ലേ? എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ അങ്ങാവാം അല്ലേ? ആയിക്കോട്ടെ അല്ലേ? ആരും ഇല്ലല്ലോ, പുരയിൽ ആരും വാതിലൊക്കെ അടച്ചു. ആരെയും വിളിക്കാം, ആരോടും ചാറ്റ് ചെയ്യാം, കാണാം, കാണിക്കാം. ബൈബിളിലൊരു കഥ വായിച്ച് ഓർക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ 100 ആടുകളെ മേക്കുന്ന ഒരാട്ടിടയനുണ്ട്. 100 ആടുകളെ മേക്കുന്ന ഒരാട്ടിടയൻ ഒരാടിനെ നഷ്ടപ്പെട്ടപ്പോൾ 99 ആടുകളെയും വിട്ട് ആ കുട്ടി ആ ഒരാടിനെ തേടി പോവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ 99 നോക്കുന്നില്ല, പോകുന്നത് ഒന്നിനെ നോക്കിയിട്ട്. ആളുകൾ ചോദിച്ചു, എന്ത് കുട്ടി? 99 ആടുകൾ, അവയുടെ സംരക്ഷണമല്ലേ നോക്കണ്ടേ, ഈ ഒന്നിനെ എന്തുകൊണ്ട്? ആ കുട്ടിയുടെ മറുപടി എന്താണെന്നറിയോ? കാരണം മറ്റൊന്നുമില്ല, വേർപെട്ടു പോയ ആട് ഒറ്റക്കാണ്. വേർപെട്ടു പോയ ആട് ഒറ്റക്കാണ്. അപകടത്തിൽ ചെന്ന് ചാടാനും പാപം ചെയ്യാനും തിന്മയിലേക്ക് വൈദിപ്പോകാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ തേടി പോകുന്നത്. ഈ ആട് ഒരുപക്ഷെ ഞാനും നിങ്ങളും ആവും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒറ്റക്കാകുമ്പോൾ അപകടത്തിൽ ചെന്ന് ചാടും. വലിയ വലിയ ഈ പുകയത്തേരുകളൊക്കെ മാറ്റി അല്ലേ, നമ്മളിപ്പോൾ ഒരാളെ പിന്നാലെ വല്ലാതെ കൂടി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യമായിട്ട് പറയുകയാണ്. ഈ രാഷ്ട്രീയമാണെങ്കിലും സംഘടനാ രംഗത്താണെങ്കിലും പ്രാസ്ഥാനിക രംഗത്താണെങ്കിലൊക്കെ അമിതമായിട്ടുള്ള പുകയത്തലുകളിൽ അതിൻ്റെ പിന്നാലെ പോവുക, അവർക്ക് വേണ്ടി അല്ലേ ജീവിതം ഒക്കെ ഇങ്ങനെ ത്യജിക്കുക. ഇതൊക്കെ ഒരു പരിധിയിനൊക്കെ വെക്കണം. ഇസ്ലാമിൽ അമിതമായിട്ട് പുകയത്താൻ പാടില്ല. ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, യാ ഖൈറൽ ബരിയ. ശ്രദ്ധിക്കണം നിങ്ങൾ, എന്താ പറഞ്ഞത്? യാ ഖൈറൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവരെ എന്ന് റസൂൽ അയാൾ വിളിക്കുക. അത് കേട്ടപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറയാണ്, ദാക ഇബ്രാഹിം അലൈഹിസ്സലാം. അത് ഞാനല്ല. ആരാണത്? ഇബ്രാഹിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അത് ഞാനല്ല, ഇബ്രാഹിം നബിയാന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നബവി പറയുന്ന ഒരു കാര്യം, ശരിക്കും ഖൈറുൽ ബരിയ ആരാ? റസൂൽ തന്നെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ റസൂലിൻ്റെ വിനയവും ഇബ്രാഹിം അലൈഹി ഇസ്ലാമോടുള്ള ആദരവ് കൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് കേട്ടോ, റസൂൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും എന്നെ മൂസ അലൈഹി ഇസ്ലാമിനേക്കാൾ ഉത്തമനാക്കരുത്. ആരെക്കാൾ? എന്തുകൊണ്ടെന്നാൽ നാളെ മഹ്ശറയിൽ എല്ലാ മനുഷ്യന്മാരും ബോധരഹിതരായി വീഴുന്നൊരു സന്ദർഭമുണ്ട്. ബുഖാരി മുസ്ലിമിലെ ഹദീസാണ്. അങ്ങനെ ഞാനും എന്താകും? ബോധം കെട്ട് വീഴും. പക്ഷേ ആദ്യം ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുക ഞാനാണ്. ഞാനങ്ങനെ എഴുന്നേൽറ്റു. നോക്കുമ്പോഴുണ്ട്, അർശിൻ്റെ ഒരു ഭാഗം പിടിച്ച്, ശക്തമായി പിടിച്ച് മൂസ അലൈഹിസ്സലാം കരയുന്നു. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട്? ഒരുപക്ഷെ എന്നേക്കാൾ നേരത്തെ ബോധം തെളിഞ്ഞത് അദ്ദേഹമായിരിക്കും. റസൂല് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ബോധരഹിതരായി വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം കെടുത്തണ്ടായി എന്ന് കരുതി അള്ളാഹു അദ്ദേഹത്തിന് മഹത്വം നൽകിയതായിരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ചെറിയ വിധത്തിലുള്ള പ്രശംസയും പുകയത്തിലുമൊക്കെ ആകാം, മറിച്ച് പരിധി വിട്ട പുകയത്തിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അംഗീകരിക്കാത്ത കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ലക്ഷ്യം തുടങ്ങിയ ആ ഒരു മുഹാസബ, ആത്മവിചാരണയും അതിലൂടെ ലഭിക്കുന്ന തിരിച്ചറിവ്, അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മുതൽക്കൂട്ടായി മുന്നോട്ട് പോയി അവസാനം പരലോകത്ത് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളായി മാറാൻ സാഹചര്യം ഉണ്ടാകും വിധമുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ആത്മവിചാരണ നടത്തുന്ന, തിരിച്ചറിവുള്ള, അകക്കണ്ണ് തുറക്കപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് ഖൈർ, ബർക്കത്ത്, സന്തോഷം നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം ശാരീരികമായ ആഫിയത്തും മാനസികമായ സന്തോഷവും നൽകുന്നതിൽ ബർക്കത്തും ചെയ്യണമേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവരുടെയവർ, അവരുടെ എല്ലാം ഖബറുകൾ നീ വെളിച്ചമാക്കി സന്തോഷമാക്കി കൊടുക്കണമേ റഹ്മാനെ. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ എത്രയോ നിരപരാധികളായ ആളുകൾ ഇന്ത്യയിലും പുറത്തും ജയിലുകളിൽ അവർ ജീവിതം ഹോമിക്കപ്പെടുന്നു. അവർക്കെല്ലാം അല്ലാഹുവേ നീ മോചനവും സന്തോഷവും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷദായകമായ ജീവിതവും നൽകണമേ റഹ്മാനെ. ഗുരുതരമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന്, മോശം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ സർവരെയും നീ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. രോഗബാധിതരായി വീടുകളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എത്രയോ ആളുകൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഉറ്റവർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, എല്ലാവർക്കും ശിഫ ആഫിയത്ത് നീ നൽകണമേ റഹ്മാനെ. അവസാനം ഞങ്ങൾക്ക് ഈമാനോടെയുള്ള മരണവും സന്തോഷകരമായ ഖബർ ജീവിതവും എളുപ്പമുള്ള ഹിസാബും ഹൗദുൽ കൗസറും അർശിൻ്റെ തണലും നൽകി ഞങ്ങളെയെല്ലാം നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. നരകമുക്തി നൽകി സ്വർഗത്തിൻ്റെ അഖിലുകാരാക്കി ഞങ്ങളെ നീ മാറ്റണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.